അസ്സലാമു അലൈക്കും. കണ്ണൂർ ഗ്രാൻഡ്മ കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ വന്നിട്ടുള്ളത് സദ്യൻ്റെ കൂടെയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു നാടൻ റെസിപ്പി ആയിട്ടാണ്. മത്തങ്ങ വമ്പയർ കറിയാണ് ഉണ്ടാക്കുന്നത്. മത്തങ്ങ വമ്പയർ കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 100 ഗ്രാം വമ്പയർ എടുത്തിട്ടുണ്ട്. ഇനി ഇത് 1 മണിക്കൂർ കുതിർത്തി വെക്കാം. പിന്നെ വേണ്ടത് മത്തങ്ങയാണ്. ഞാനിവിടെ ഒരു ചെറിയ മത്തങ്ങൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറംതൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. മത്തങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നേരത്തെ കുതിർത്തി വെച്ച വമ്പയർ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. മൂന്ന് വിസിൽ വന്നിട്ടുണ്ട്. സ്റ്റൗ ഓഫ് ചെയ്യുക. ഇനി കുക്കറിൻ്റെ പ്രഷർ പോകുമ്പോഴേക്ക് നമുക്ക് ഇതിനാവശ്യമായ അരപ്പ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാൻ മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 10 ചെറിയുള്ളി, 3 അല്ലി വെളുത്തുള്ളി, 2 പച്ചമുളക് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 കപ്പ് തേങ്ങ ചിരണ്ടിയത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് നമുക്കിത് ഒന്ന് അരച്ചെടുക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് നോക്കാം. വമ്പയരും മത്തനൊക്കെ നല്ലപോലെ ബന്ധിട്ടുണ്ട്. നമുക്കൊന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് മിക്സിൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഇതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. വമ്പയറും മത്തങ്ങയും വേവിക്കുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ ഈ സമയം ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ടേസ്റ്റ് അനുസരിച്ചിട്ട് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് നല്ല കട്ടിയാന്നുള്ള കുറച്ചും കൂടി ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഈ സമയം ഉപ്പ് ചെക്ക് ചെയ്ത് വെക്കുക. ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് കടുക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കണം. അതിനുവേണ്ടി ഞാൻ സ്റ്റൗ ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. പാത്രം നല്ലപോലെ ചൂടായതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം തീ ഒന്ന് കുറച്ച് കൊടുത്തിട്ട് 1 ടീസ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലപോലെ പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നമ്മളെ മത്തൻ വമ്പയർ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമ്മളെ മത്തങ്ങ വമ്പയർ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്